ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നിലമ്പൂരിലാണ് എൻ്റെ വീട്. നിലമ്പൂർ പൂക്കോട്ടുംപാടത്താണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. രാത്രി വൈകിട്ടാണ് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു എറണാകുളത്തേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ സമയത്ത് രാജറാണി എന്ന് പറഞ്ഞ ട്രെയിനാണുള്ളത്. നേരിട്ട് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനാണുള്ളത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നേരത്തെ പോയാൽ നമുക്ക് സീറ്റ് കിട്ടും. ഞാൻ റിസർവ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ 8:30 ആയപ്പോഴത്തേന് ഏകദേശം റെയിൽവേ സ്റ്റേഷനിലെത്തി. 1 മണിക്കൂർ മുന്നെത്തിയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. അങ്ങനെ ഏകദേശം 9:30 ആയപ്പോൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ ട്രെയിൻ എടുത്തു. ട്രെയിൻ നിലമ്പൂരിൽ നിന്ന് കൃത്യസമയത്ത് എടുത്തെങ്കിലും എറണാകുളത്തേക്ക് എത്തിയപ്പോൾ 2 മണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ക്ഷീണം കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൻ്റെ റൂം ബുക്ക് ചെയ്ത് അങ്ങനെ ഉറങ്ങി. രാവിലെ എണീറ്റ് ഇറങ്ങി. 1-2 സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് കറങ്ങി. അങ്ങനെ ഇപ്പോൾ കാണുന്നത് നമ്മുടെ മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഒരുപാട് ഫ്രണ്ടിലൊക്കെ കണ്ടു. അപ്പോൾ വൈകുന്നേരം നമുക്കൊന്ന് മെട്രോയിലൊന്ന് കയറാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ മെട്രോ കുറച്ച് മുമ്പാണ് ഞാൻ കയറിയത്, പിന്നെ അടുത്തൊന്നും കയറിയിട്ടില്ല. അപ്പോൾ മെട്രോ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും കൂടി നമുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ മെട്രോയിൽ കയറി. ഞാൻ കയറുന്നത് എന്താ വെച്ചാൽ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ് മെട്രോ കയറുന്നത്. അങ്ങനെ നമ്മൾ മെട്രോ ട്രെയിനിൽ കയറി. നല്ല തിരക്കായിരുന്നു, അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. എടപ്പള്ളിയാണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ്, കാരണം അവിടെയാണ് ലുലു മാൾ ഉള്ളത്. അപ്പോൾ ലുലു മാളൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് എടപ്പള്ളി ഇറങ്ങി. അങ്ങനെ ലുലു മാളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു പാസേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന്. അങ്ങനെ നടന്ന് നല്ല ഒരു ഫെസിലിറ്റി തന്നെയാണ്, കാരണം മെട്രോയിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മാളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു പാസേജാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് ശരിക്കും ഇതേപോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങി ഒന്നും കൊള്ളാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആ മാളിലേക്കൊക്കെ കയറാനുള്ളൊരു സൗകര്യം ഉള്ളത് ഭയങ്കര നന്നായി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത്. ഒരു ഗ്ലാസ്സിലെ ഷോറൂം കയറിയപ്പോൾ എൻ്റെ കൂടെ നമ്മളെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഗ്ലാസ്സൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നേ. അങ്ങനെ ഈ മാളിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ഒരാളെ കാണുന്നത്. നമ്മുടെ ആറാട്ടണ്ണനെ കണ്ടപ്പോൾ ഞാൻ ആറാട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ കുറച്ചാണ് സംസാരിച്ചത്. നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ കൂടെ ഇപ്പോൾ ആരുള്ള നോക്കി നമ്മളെ ആറാട്ടണ്ണൻ നല്ല ഫാനാട്ടോ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മറ്റുള്ള ആൾക്കാർ വിചാരിക്കണം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടേതായ ലൈഫിൽ നമ്മൾ ഒരുപാട് ഒരു ഭയങ്കര പാവം മനുഷ്യനാട്ടോ അദ്ദേഹത്തിനെ വെറുതെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ട്രോളിനൊക്കെ ഇങ്ങനെ ചില സമയത്തൊക്കെ നമുക്ക് സങ്കടം തോന്നും. ഞാൻ എന്തൊരു വീഡിയോ കണ്ടു അദ്ദേഹത്തിനെ അടിക്കുന്നതൊക്കെ, അത്രയും ഭയങ്കര പാവപ്പെട്ട ഒരു ആൾ തന്നെയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിനോട് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും ലുലു മാളിൻ്റെ ഉള്ളൊക്കെ കണ്ട്. ഭയങ്കര വലിയ മാൾ തന്നെ കേട്ടോ ലുലു മാള്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി രാജാറാണി ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാം. അങ്ങനെ ഒരൊറ്റ ദിവസത്തെ എറണാകുളം ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ റിസർവ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ സാധാ ലോക്കൽ ടിക്കറ്റിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.